നമസ്കാരം. കൂട്ടുവായുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പരമാത്മാവുമായി ഐക്യപ്പെടാനുള്ള ആന്തരിക ആഗ്രഹം മൂലമാണ് ഇത് സംഭവിക്കുക. മുൻ ജന്മങ്ങളിൽ നിന്നുള്ള ചില പ്രവൃത്തികൾ നിങ്ങളുടെ കർമ്മഫലത്തെ ഇത് കാണിക്കുന്നതുമാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ നിത്യവും ജപം നടത്തുന്നതായ അവസരത്തിലോ ധ്യാനം പരിശീലിച്ചു കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിലോ നിങ്ങളുടെ സാധന തീവ്രമാക്കേണ്ടതായ ഒരു സമയം തന്നെയാണ് അത്. ആത്മീയപരമായി നോക്കുമ്പോൾ വളരെയധികം പുരോഗമിക്കുവാനുള്ള നിങ്ങളുടെ കഴിവും ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ ജപിക്കുവാൻ നിർബന്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ താല്പര്യക്കുറവ് മൂലമാണ് കോട്ടുവായിടൽ ഉണ്ടാകുന്നത്. ജപം ചൊല്ലുമ്പോൾ കോട്ടുവായി ഇടുന്നത് ഒരു യഥാർത്ഥ ഭക്തന്റെ മറ്റൊരു ലക്ഷണം കൂടിയായി പരാമർശിക്കാം. നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങളുടെ ആത്മാവ് ശാന്തമാകുന്നുണ്ട് എന്നും ഇത് കാണിക്കുന്നതാണ്. അച്ഛൻ, അമ്മ കുട്ടിയുടെ മുതുകിൽ കൈ തടവുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. കുട്ടി ഉടനെ കോട്ടുവായി ഇടുകയും ചെയ്യും. അതുപോലെ നമ്മൾ നാമജപം നടത്തുമ്പോൾ, ചൊല്ലുമ്പോൾ നമ്മുടെ ആത്മാവിനും അങ്ങനെ തന്നെ അനുഭവപ്പെടുകയും കോട്ടുവായി ഇടുകയും ചെയ്യുന്നതാകുന്നു. നെഗറ്റീവായ ശക്തികൾ നിങ്ങളുടെ ആത്മീയപരമായ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ വരുത്തുന്നതിനാലും ഇപ്രകാരം സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് നെഗറ്റീവായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായി പരാമർശിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ആത്മാവും ഈശ്വര ശക്തിയുമായും, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുമായി ഒരു നേർരേഖയിൽ വരുമ്പോൾ നമ്മളുടെ ശരീരം തന്നെ അതിനൊരു തടസ്സമാകുന്നു എന്നുള്ളതാണ്. കാരണം അത്രമേൽ ഊർജമാണ് ഈ സമയം പ്രവഹിക്കുക. ആ ഊർജം നിങ്ങളുടെ ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം വന്നു ചേരാം, അഥവാ സ്വീകരിക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ പലർക്കും ഉണ്ടാകുന്നതായ സംശയമാണ് ഇനി എന്ത് ചെയ്യണം എന്ന്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് വിഷമം തോന്നാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ജപം, പ്രാർത്ഥന മുടക്കരുത് എന്നുള്ളതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ തുടർന്നും നിങ്ങൾ ചെയ്യുന്നതിലൂടെ, അതായത് എത്ര തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാലും, അല്ലെങ്കിൽ മനസ്സ് മടുപ്പിക്കുന്നതായ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. സ്വയം ശുദ്ധീകരിക്കാൻ വേദങ്ങൾ അനുസരിച്ച് അചമനവും പ്രാണായാമവും ചെയ്യുക. ഇത് പരിഹാരം തന്നെയായി പരാമർശിക്കാം. ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ തീർച്ചയായും ഉറക്കം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. കോട്ടുവായിടുകയോ ഏമ്പക്കം വിടുകയോ വാതകം പുറത്തുവിടുകയോ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്താൽ അച്ചമനവും പ്രാണായാമവും ഉപയോഗിച്ച് നിങ്ങൾ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുക. ഉറക്കത്തിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ കാര്യം എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ജപം ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ചത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മന്ത്രജപത്തിന്റെ ശബ്ദം അല്പമൊന്ന് നിങ്ങൾ ഉയർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ വൈകുന്നേരം ഭക്ഷണം ഒഴിവാക്കി ലഘുവായി എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾ അതിരാവിലെ ഉണർന്നിരിക്കും എന്നുള്ളതാണ്. ഉറക്കം വരില്ല എന്ന കാര്യവും ഓർക്കണം. ജപത്തിന് മുൻപും പ്രാണായാമം ചെയ്യുക. ശ്വാസം പിടിച്ചു നിർത്തുന്ന ഒരു രീതി തന്നെയാണ് അത്. അത് തീർച്ചയായും നിങ്ങളെ ഉണർത്തുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാകുന്നു.
കൂട്ടുവായയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇഷ്ടദേവതയുടെ സാന്നിധ്യത്താലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ നിത്യവും ഇഷ്ടദേവതയെ മുടക്കം കൂടാതെ ആരാധിക്കുന്നതിലൂടെ സാന്നിധ്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അഥവാ മുടക്കം കൂടാതെ ഇത്തരം കാര്യങ്ങൾ ജപം നടത്തുവാൻ നിങ്ങൾക്ക് ശ്രമിക്കാറുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാവുന്നതാണ്. ഇവർ വളരെ കാലമായി കഷ്ടതകളോ അല്ലെങ്കിൽ മാനസികപരമായ ചില വിഷമതകളോ അത് പുറമെ പറയുവാൻ സാധിക്കണം എന്നില്ല. ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പോലും അറിയാവുന്നതുമാണ്. ഇത്തരം ചില വിഷമതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ പോലും വിട്ടുകളഞ്ഞിട്ടുള്ളതായ ചില വിഷമതകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്ന സൂചനയും ഇതുമായി ബന്ധപ്പെട്ട് അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു എന്ന സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങൾ, ദീർഘനാളായുള്ള കഷ്ടതകൾ ഒഴിയുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. ആത്മീയമായും ഭൗതികമായും നിങ്ങൾക്ക് പല വിധത്തിലും മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇത് നിങ്ങൾക്ക് പോലും അനുഭവിച്ചറിയുവാൻ സാധിക്കും. മറ്റുള്ളവർ പോലും ഈ കാര്യങ്ങളിൽ നിങ്ങളോട് വ്യക്തമായ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഈ ഇത്തരം മാറ്റങ്ങൾ അവർ നിങ്ങളോട് പറയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമായി എന്ന് ബോധ്യപ്പെടുന്നതായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം കടന്നു വരുന്നതായ ഒരു സാഹചര്യത്തിൽ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഒരു വ്യക്തിയിലേക്ക് ഈശ്വര കടാക്ഷം, ചൈതന്യം കടന്നു വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും പരമവുമായ കാര്യം തന്നെയാകുന്നു. അത്തരം ചില കാര്യങ്ങൾ, അതായത് ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയുമായും പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളെ പ്രാർത്ഥന ഫലിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാന്നിധ്യം, അനുഗ്രഹം കടന്നു വരുന്നു എന്ന സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു വ്യക്തിയിൽ ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ, ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതായ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനായി പലവിധ ശ്രമങ്ങൾ സംഭവിച്ചു എന്ന് വരാം. നെഗറ്റീവായ ഊർജങ്ങൾ വർദ്ധിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതുമാണ്. അത്തരം കാര്യങ്ങളെ നമ്മൾ തന്നെയാണ് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഈ പരീക്ഷണങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.